പുള്ളി പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് സർജറിക്ക് വന്നപ്പോൾ പുള്ളിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മാസത്തേക്ക് പുള്ളിക്കുന്ന റെസ്റ്റാണ്. മൊത്തത്തിൽ പുള്ളി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാസർഗോഡൊക്കെ പുള്ളി വിചാരിച്ച പോലെ ഒരു സീറ്റിലോട്ട് കൂടെ പോയില്ല. അപ്പോൾ നടനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണല്ലോ ഓരോ സിനിമ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയാണ്. അതിനൊരു വിജയം കിട്ടിയ തീർച്ചയായിട്ടും നടന്നു പോകും. അതുപോലെ അവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വിഷയം നിൽക്കുമ്പോൾ നമ്മൾ പുള്ളിക്ക് പെട്ടെന്ന് ഈ സർജറി വന്നു. അവന് 3 മാസത്തെ റെസ്റ്റാണ്, പഠനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. അല്ല വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇനി എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചില്ല എന്ന് പിന്നെ കേസ് കൊടുക്കൂ? അല്ലെങ്കിൽ പിന്നെ ആ ശബ്ദം നല്ലതാണെങ്കിൽ ഞാൻ അവന് കോളടിക്കുവോ ഡബ് ചെയ്തവന്? ഒന്നുമില്ല, ഇങ്ങനെ സാഹചര്യങ്ങൾ. ശങ്കർ തന്നെ മദ്രാസിൽ ഒരാളുണ്ടായിരുന്നു. അപ്പൊ എന്റെ ശബ്ദമായിട്ട് ഭയങ്കര സാമ്യം, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഡബ് ചെയ്യണം വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ എന്നെ കണ്ട് ഞാൻ ചെയ്താനെ കാണുന്ന പോലെയാണ്. കാരണം ഞാൻ അഭിനയിക്കുന്നത് അന്ന് ഭയങ്കര സ്പീഡിലാണ്. മിമിക്രിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല. മലയാളിയാണ്, പക്ഷെ തമിഴ്നാട്ടിൽ കുറേ കാലം ഇപ്പോഴും അഭിനയിക്കുന്നൊക്കെ ഉണ്ട് പാവം. അപ്പൊ അയാൾ എന്നെ കാണുമ്പോൾ പറയും, ഇപ്പൊ നിങ്ങളുടെ ഇത് എനിക്ക് അന്ന് ഡബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ സീൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില സംഭവങ്ങള് നമുക്ക് ആപ്റ്റായിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലരുടെയും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ട് പല വോയിസും അതിന് ചില ഡയറക്ടർമാരെ അവകാശപ്പെടും, അതിന് ഇങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത്, അതുകൊണ്ട് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ ചില നടന്മാരെന്നെ സമ്മതിച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലതെന്നുള്ളത്. അതങ്ങനെ അങ്ങനെയല്ല, ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റാഞ്ഞിട്ട് പറ്റിയതാണ്.